ഹലോ മിസ്. അങ്ങനെ നമ്മുടെ പഞ്ചാബ് കിങ്സിന് ഇതെന്ത് പറ്റി? ആദ്യത്തെ 7 മത്സരങ്ങളിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് പഞ്ചാബ് കിങ്സ് ഈ IPL സീസൺ തുടങ്ങിയത്. ആകെ ഒരു മത്സരം അന്ന് മഴ മൂലം ഉപേക്ഷിച്ചു, അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. ഒരു പക്ഷേ അതും പഞ്ചാബ് കിങ്സ് ജയിച്ചില്ല. പക്ഷേ അവസാനം കളിച്ച 3 മത്സരങ്ങളും നിർദർശനം തോറ്റുകയായിരുന്നു പഞ്ചാബ്. പഞ്ചാബിന് ഇത് എവിടെ പഴിക്കുന്നു? ബാറ്റിങ്ങിലാണോ, ഫീൽഡിങ്ങിലാണോ, ബോളിങ്ങിലാണോ? ഫീൽഡിങ്ങിലാണെന്നാണ് ഞാൻ പറയാം. കാരണം 3 ഡ്രോപ്പ് ക്യാച്ചുകളാണ് ഇന്നലെ പഞ്ചാബ് വിട്ടുകളയേണ്ട ഉസ്താദ്, ക്യാച്ച് ഡ്രോപ്പുകളുടെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശശാങ്ക് സിംഗ് എന്ന് പറയും. ഇന്നലെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് കളയാണ് ഉണ്ടായിരുന്നത്. അതും സൺറൈസേഴ്സിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റർമാരായ ഹെൻറി ക്ലാസിൻ്റെയും അതുപോലെ തന്നെ ഇഷാൻ കിഷൻ എന്നിവരുടെയൊക്കെ ക്യാച്ചുകളാണെങ്കിൽ വിട്ട് കളയുന്നത്. ഇവരുടെ ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ക്യാച്ചുകൾ കൈവിട്ട മത്സരം കൈവിട്ടു എന്നാണ് അർത്ഥം. എത്ര നന്നായി ബോൾ എറിഞ്ഞിട്ടും കാര്യമില്ല, എത്ര നന്നായി ബാറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ക്യാച്ചുകൾ മര്യാദയ്ക്ക് പിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നന്നായി ഫീൽഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മത്സരം കയ്യിൽ പോയി എന്ന് തന്നെ നമുക്ക് വിചാരിക്കും. ബോളിങ്ങിലേക്ക് നല്ല അത്ര നല്ലൊരു പെർഫോമൻസ് ഒന്നും അല്ല പഞ്ചാബ് കിങ്സിൻ്റെ ഭാഗത്ത് വരുന്നത്. അതായത് 200-ന് മുകളിലാണ് ഇത് ടീമുകൾ ഇവർക്കെതിരെ സ്കോർ ചെയ്യുന്നത്. പഞ്ചാബിൻ്റെ ബാറ്റിങ് നല്ല ബാറ്റിംഗ് ആയതുകൊണ്ട് ആ ഒരു സ്കോർ ചേസ് ചെയ്ത് അവർ ജയിക്കണം എന്നുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു സ്കോർ നേടാൻ അവർ സാധിക്കുന്നുള്ളൂ. ബാറ്റിംഗ് തന്നെയാണ് പഞ്ചാബ് കിങ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഒരിടയ്ക്ക് സൂചിപ്പിക്കുന്നു, ബോളിംഗ് ഇത്രയും മോശം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീം പഞ്ചാബ് കിങ്സാണ്. സൺറൈസേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ വെച്ചാൽ അവർ ആദ്യം 4 കളിയിൽ പോലും ഒരു മത്സരം മാത്രമാണ് ജയിച്ചത്. പിന്നീടുള്ള 6-7 മത്സരങ്ങളിലും 6 വിജയമാണ് അവർ സ്വന്തമാക്കിയുള്ളത്. ഒരു മത്സരം മാത്രം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മാത്രമാണ് അവർ തോറ്റിട്ടുള്ളൂ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, അതായത് സീസണിലെ ഏറ്റവും മോശം ഫോമിൽ തുടരുന്ന KKRനോടാണ് അവർ ഈ കഴിഞ്ഞ 7 മത്സരങ്ങളിൽ ഒരു മത്സരം തോറ്റിരിക്കുന്നത്. സൺറൈസേഴ്സിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരുന്നത് അന്ന് രാജസ്ഥാൻ റോയൽസിനോടൊപ്പമുള്ള മത്സരം തന്നെയായിരുന്നു. അന്ന് വൈഭവിനെയും യശസ്വിനെ ഇറങ്ങിയിട്ട് ആ അരങ്ങേറ്റക്കാരുടെ ബോളിംഗ് പഠനം തന്നെയാണ് സൺറൈസേഴ്സിനെ ഒരു കംബാക്കിന് തുനിഞ്ഞത്. പ്രഫുല്ലിൻ്റെ സാക്കിബ് ഹുസൈൻ, പ്രഫുല്ലിൻ്റെ ഇന്നലെ മത്സരത്തിൽ കളിച്ചില്ല, പുള്ളിയുടെ ആ ഒരു മത്സരം മാത്രമേ. അത് കഴിഞ്ഞ് പിന്നെ നല്ല അടി കിട്ടി. പക്ഷേ സാക്കിബ് ഹുസൈൻ പോലുള്ള നല്ല ബോളർ, അതുപോലെ പാറ്റ് കമ്മിൻസ് വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ സൺറൈസേഴ്സിന് വന്നുകൊണ്ട് അവർ നല്ല കളി ടീമിന് വേണ്ടി കാഴ്ചവെച്ചു. നല്ല 4 ഓവർ കഴിഞ്ഞ് ഇവിടെ 34 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് പ്രിയാൻഷാര്യ അതുപോലെ ശ്രേയസ് എന്നിവരുടെ വിക്കറ്റുകൾ എടുത്ത പാറ്റ് കമ്മിൻസ് ആണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. നമുക്ക് ഇന്നലെ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മുമ്പായി വീഡിയോ തുടർന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യും. ഇന്നലെ ടോസ് നേടിയ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സൺറൈസേഴ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് മത്സരം നേടുമ്പോൾ തന്നെ ഞാൻ ഒരു വെടിക്കെട്ട് മാച്ച്, അതായത് ഇരു ടീമുകളും നല്ല വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരാണുള്ളത്. അപ്പോൾ ഒരു 200+ ഒരു നല്ല ഹൈ സ്കോറിങ് മാച്ച് കാണാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. 2 ടീമുകളും 200-ന് മുകളിൽ സ്കോർ ചെയ്തു. അങ്ങനെ സൺറൈസേഴ്സിന് വേണ്ടി അഭിഷേകും ഹെഡും ഓപ്പണിംഗ് ആയിരുന്നു. അർഷ്ദീപ് എറിഞ്ഞ ആദ്യ പന്ത് ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അഭിഷേക് തുടങ്ങിയത്. എന്നാൽ 2ാം ബോൾ 6-ന് തൂക്കി അഭിഷേക് തൻ്റെ ഇന്നിങ്സ് ആരംഭിച്ചു. പക്ഷേ ആ ഓവറിൽ വലിയ ഒരു ബാറ്റിംഗ് ഒന്നും കണ്ടില്ല. പിന്നെ നെക്സ്റ്റ് ഓവറിലാണ് മാർക്കോ ജോൺസൺ ഇറങ്ങിയ നെക്സ്റ്റ് ഓവറിലാണ് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് കണ്ടത്. 21 റൺസാണ് അഭിഷേക് ശർമ്മ ആ ഓവറിൽ ചാൻസിനെതിരെ നേടിയത്. എന്നാൽ 4ാം ബോളിൽ ലോക്കി ഫെർഗസൺ അഭിഷേക് ശർമ്മയെ ശ്രേയസ് അയ്യരുടെ കൈകളിൽ എത്തിച്ച് പഞ്ചാബിന് ഒരു ആശ്വാസം നൽകുകയായിരുന്നു. ഇവിടെ 13 പന്തിൽ 35 റൺസാണ് അഭിഷേക് ശർമ്മ ഇന്നലെ നേടിയത്. അതിൽ 2 4-ഉം 4 6-ഉം ഉൾപ്പെടെ ഓവർ 250 സ്ട്രൈക്ക് റേറ്റാണ് ഇന്നലെ അഭിഷേക് ശർമ്മയുടെ വക നമ്മൾ ഹൈദരാബാദിന് വേണ്ടി കണ്ടത്. പവർ പ്ലേയിൽ സൺറൈസേഴ്സ് ഇന്നലെ അടിച്ചെടുത്ത 79 റൺസാണ്. പവർ പ്ലേയിൽ എനിക്ക് തോന്നുന്നു ഒരു സ്പിന്നർ അല്ലെങ്കിൽ ഒരു ഓവർ വെയിറ്റ് ചെയ്യാനും ചിലപ്പോൾ ഒരു പക്ഷേ ഫലം കണ്ടാനെ. എസ്പെഷ്യലി ട്രാവിസ് ഹെഡ് അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ എന്നിവരൊക്കെ സ്പിന്ന് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. ചിലപ്പോൾ അത് നന്നായി വന്നില്ലെങ്കിലും യുസ്വേന്ദ്ര ചഹലിന് അങ്ങനെ ഒരു ഓവർ പവർ പ്ലേയിൽ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. പക്ഷേ പഞ്ചാബിൽ സ്പിന്നർ ചെയ്യാൻ യുസ്വേന്ദ്ര ചഹൽ മാത്രം ഉണ്ടായിരുന്ന കാര്യം പിന്നെയാണ്. കാരണം ഒരു സ്പിന്നർ വെച്ചാണ് പഞ്ചാബ് കിങ്സ് നല്ല മത്സരത്തിന് ഇറങ്ങിയത്. സ്പിന്നർ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. എസ്പെഷ്യലി ഈ സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേസ് ബോളിനെതിരെ കൂടുതൽ കളിക്കുന്ന ഒരു ബാറ്റിംഗ് ഓർഡറാണ് സൺറൈസേഴ്സിന്. അപ്പോൾ ഒരു സ്പിന്നറൊക്കെ വെച്ച് കളിച്ചത് എന്നുള്ള ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു തോന്നി. അങ്ങനെ പവർ പ്ലേക്ക് ശേഷം യുസ്വേന്ദ്ര ചഹൽ ട്രാവിസ് ഹെഡിനെ പുറത്താക്കി പഞ്ചാബിൻ്റെ വലിയൊരു തലവേദന ഒഴിവാക്കി. കാരണം ഓപ്പണിംഗ് ആ ഡേഞ്ചറസ് ത്രെറ്റായ അഭിഷേകിനും ഹെഡിനെയും പുറത്താക്കി ആ ഒരു ത്രെറ്റങ്ങട് അവസാനിപ്പിച്ചു. പിന്നീട് ഇഷാൻ കിഷനും അതുപോലെ തന്നെ ഹെൻറി ക്ലാസിനും ചേർന്ന് 3ാം വിക്കറ്റിൽ 88 റൺസ് പാർട്ട്ണർഷിപ്പ് ഹൈദരാബാദിനൊരു മികച്ച സ്കോറിലെത്തുകയായിരുന്നു. ഇതിനിടയിലാണ് പഞ്ചാബിൻ്റെ
ഡ്രോപ്പ് ക്യാച്ചസ് വന്നത്. അതായത് ഇഷാൻ കിഷാൻ്റെ തന്നെ 2 ക്യാച്ചുകളാണ് പഞ്ചാബിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹെൻറി ക്ലാസിൻ്റെ ഒരു ക്യാച്ച്. അങ്ങനെ ഇഷാൻ കിഷനെ പുറത്താക്കി ഹർഷ്ദീപ് സിംഗ് ആ ഒരു പാർട്ണർഷിപ്പ് കൂടെയൊക്കെയായിരുന്നു. ഇഷാൻ കിഷൻ എന്നല്ല 32 പന്തിൽ 2 4 4 6 കൂടെ 55 റൺസാണ് സന്ദർശനം നേടിയത്. ഇതിനിടയിൽ ആ 2 ഡ്രോപ്പ് ക്യാച്ചിൻ്റെ പിൻബലത്തിലാണ് ഇഷാൻ കിഷൻ്റെ ഒരു ഇന്നിങ്സ് കൂടിയാണ് ഓർമ്മ. എന്നാൽ 4ാം വിക്കറ്റിൽ ചേർന്ന നിതീഷ് കുമാർ റെഡ്ഡിയും എൻ്റെ ക്ലാസ്സിൽ ചേർന്ന് 63 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ഹൈദരാബാദിനെ 235 എന്നൊരു ബിഗ് ടോട്ടലിലേക്ക് എത്തിക്കുകയെന്ന് പറയും. പക്ഷേ പഞ്ചാബിനെതിരെ അത് അത്ര വലിയ ടോട്ടലൊന്നുമല്ല. പഞ്ചാബ് ഇതിനേക്കാളും വലിയ ടോട്ടൽ ചേസ് ചെയ്ത് ജയിച്ചതുമാണ്. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ലൊരു ഡിഫെൻഡ് ചെയ്ത് ചെയ്യാമെന്നൊരു ടോട്ടലിലേക്ക് ഹൈദരാബാദിനെ എത്തിക്കുകയായിരുന്നു. ഹെൻറി ക്ലാസിന് നല്ലൊരു കിടിലൻ ഇന്നിങ്സ് തന്നെയാണ് ഹൈദരാബാദിന് വരുന്നത്. എന്നാൽ ഈ സീസണിലുടനീളം നല്ല പെർഫോമൻസാണ് ഹെൻറി ക്ലാസും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി മിഡിൽ ഓർഡറിലൊക്കെ സൺറൈസേഴ്സിൻ്റെ സ്കോർ ഇങ്ങനെ ആ ഒരു റൺ റേറ്റ് താഴാതെ കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതും ഹെൻറി ക്ലാസിൻ്റെ ഈ ഒരു ഇന്നിങ്സാണ്. ഇന്നലെ അടിച്ചു 43 പന്തിൽ 69 റൺസ്, അതിൽ 3 4 4 6 ഉൾപ്പെടെ. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഭാഗത്തുനിന്നും നല്ലൊരു ഇന്നിങ്സാണ് കണ്ടത്. 13 പന്തിൽ 29 റൺസാണ്, അതായത് 2 4 2 6 ഉൾപ്പെടെ 29 റൺസ്. പഞ്ചാബ് ബോളർമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നലെ റണ്ണിയുടെ കണക്കിന് അടി വാങ്ങി. കാരണം ഇതെല്ലാം മത്സരത്തിലും സംഭവിക്കുന്നതാണ്. 200-ന് മുകളിലാണ് ഇവർ വിട്ടുകൊടുക്കുന്നത്. അതായത് ഇന്നലെ ഇപ്പോൾ കുറച്ചൊരു ബെറ്റർ ബോളിംഗ് കാഴ്ചവെച്ച യുസ്വേന്ദ്ര ചഹലാണ്. ആകെ ഒരു സ്പിന്നർ മാത്രമേ ഇന്നലെ പഞ്ചാബിന് വേണ്ടി ഇറങ്ങുള്ളൂ. അത് യുസ്വേന്ദ്ര ചഹലായിരുന്നു. 4 ഓവറുകൾ 32 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് 1 വിക്കറ്റ്. ബാക്കി എല്ലാവർക്കും കിട്ടി. മാർക്ക് ജോൺസണൊക്കെ 4 ഓവറിൽ 61 റൺസാണ് ഇന്നലെ വിട്ടത്. 15.2 എക്കോണമി. അങ്ങനെ സൺറൈസേഴ്സിൻ്റെ ഈ 235 എന്ന സ്കോർ ചെയ്യാൻ പഞ്ചാബ് ബാറ്റേഴ്സായ ഓപ്പണിംഗ് പ്രിയാൻ ഷാരിയും അതുപോലെ തന്നെ പ്രസിമാനും വരുന്നു. ആദ്യത്തെ പവർ പ്ലേ ആദ്യ 7 ബോളിൽ തന്നെ കളി ഏകദേശം തീരുമാനമെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം ഈ പ്രസിമാനും പ്രിയാൻ ഷാരിയും തുടങ്ങി വെച്ചൊരു വെടിക്കെട്ട് ഓപ്പണിംഗ് ഉണ്ട്. അതാണ് പഞ്ചാബ് കിങ്സിൻ്റെ മികച്ച ഒരു സ്കോറിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓവർ 200 എബോവ് എന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നു. പവർ പ്ലേയിൽ ഇവിടെ നിന്നാൽ മിനിമം ഒരു 50 അല്ലെങ്കിൽ 100-ൻ്റെ അടുത്തൊക്കെ അവർ അടിക്കുന്ന സ്കോർ. പക്ഷേ ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻ ഷാരിയെ പുറത്താക്കി പാറ്റ് കമ്മിൻസ് പഞ്ചാബിൻ്റെ ആ ഒരു പതനത്തിന് തുറന്നു വെച്ചു. പിന്നെ നെക്സ്റ്റ് ഓവറിൽ നിതീഷ് കുമാർ റെഡ്ഡി പ്രസിമാനെ പുറത്താക്കിയോടുകൂടി സൺറൈസേഴ്സ് മത്സരം പകുതി ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 4ാം ഓവറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഇഷാൻ മലിംഗ പുറത്താക്കിയോടുകൂടി കളി ഏകദേശം സൺറൈസേഴ്സിൻ്റെ കയ്യിലായിരുന്നു. പിന്നെ മാർക്കസ് സ്റ്റോയിനസ് പറഞ്ഞ സൂര്യൻ ഷർജയും ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും നടപടിയായില്ല. സ്റ്റോയിനസ് 28 റൺസ് എടുക്കും, അതുപോലെ സൂര്യൻ ഷർജ 25 റൺസ് എടുക്കും പുറത്തുകയായിരുന്നു. എന്നാൽ മറുവശത്ത് കുറച്ച് കൂപ്പർ കുന്നോലിയുടെ ഒരു തകർപ്പ ഇന്നിങ്സാണ് പഞ്ചാബ് കിങ്സിന് വലിയൊരു തൊഴിൽ നേടിച്ചെടുത്തെന്ന് പറയാം. കൂപ്പർ കുന്നോലി ഇന്നലെ IPL മറ്റൊരു റെക്കോർഡ് കുറിച്ച് ഒരു യങ്ങസ്റ്റ് ഓവർസീസ് ബാറ്ററുടെ സെഞ്ചുറി എന്നൊരു റെക്കോർഡ് ഇന്നലെ കൂപ്പർ കുന്നോലി കുറിച്ചു. ഇതിനു മുമ്പ് ക്വിൻ്റൺ ഡിക്കോക്ക് ആയിരുന്നു 23 വയസ്സിൽ. കൂപ്പർ കുന്നോലി 22ാം വയസ്സിലാണ് IPL ഒരു സെഞ്ചുറി നേടുന്നത്, അതും ഒരു തകർപ്പൻ. പക്ഷെ ആ സെഞ്ചുറി ഒരു പാഴെ പോയെന്നുള്ളൂ. 59 പന്തിൽ 7 4 8 6 ഉൾപ്പെടെ 107 റൺസാണ് ഇന്നലെ കൂപ്പർ കുന്നോലി പഞ്ചാബിന് വേണ്ടി നേടിയത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് ഇങ്ങനൊരു മത്സരത്തിലായി പോയി. പിന്നെ കൂപ്പർ കുന്നോലി ഇന്നലെ ഒരു സ്കോർ എത്തുന്നതിന് ഇടയിൽ 2 ക്യാച്ചൊക്കെ മിസ്സാക്കി കളഞ്ഞു ഹൈദരാബാദ് ബോളേഴ്സ്. അതായത് ഹൈദരാബാദിൻ്റെ ക്യാച്ച് മിസ്സാക്കിയ പോലെ തന്നെ പഞ്ചാബിൻ്റെ 2 ക്യാച്ച് മിസ്സാക്കി അവർ ആ ഒരു പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്തു. അതായത് നിങ്ങളും ഞങ്ങളെ കൈവിട്ട് സഹായിച്ചു പോലെ ഞങ്ങളും തിരിച്ചങ്ങോട്ട് സഹായിച്ചു എന്നുള്ളൂ. ഇനി അതിൻ്റെ ഒരു പേരിൽ നിങ്ങൾ ജയിച്ചു എന്ന് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടോ സൺറൈസേഴ്സ് കൂപ്പർ കുന്നോലിയുടെ 2 ക്യാച്ച് വിട്ട് കളഞ്ഞ ആ ഒരു പ്രശ്നങ്ങൾ ബാലൻസ് ആക്കിയത്. പക്ഷേ അതൊന്നും മത്സരത്തിൽ വലിയ ഉണ്ടായില്ല. കാരണം അപ്പോഴേക്കൊക്കെ കളി കൈവിട്ട് പോയിരുന്നു. കാരണം കൂപ്പർ കുന്നോലി മാത്രം കളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്കോറല്ലായിരുന്നു ഇന്നലത്തെ. അങ്ങനെ 11 മത്സരങ്ങളിൽ 7 വിജയവുമായി 14 പോയിന്റുമായിട്ട് ടേബിൾ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ സൺറൈസേഴ്സ്. പഞ്ചാബ് കിങ്സ് ഇന്നലത്തെ മത്സരം തുടങ്ങിയാൽ അവർ 2ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കാരണം അവർ ആദ്യത്തെ 6 മത്സരങ്ങളും ജയിച്ചാണ് അവർ വന്നത്. പിന്നെ ഉള്ള മത്സരങ്ങളൊക്കെ തോറ്റുന്നുള്ളൂ. പക്ഷേ 13 പോയിന്റുമായിട്ട് പഞ്ചാബ് കിങ്സ് 2ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ സൺറൈസേഴ്സിൻ്റെ അടുത്ത മത്സരം എന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടാണ്. അതുപോലെ പഞ്ചാബ് കിങ്സിൻ്റെ അടുത്ത മത്സരം എന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. അപ്പോൾ പഞ്ചാബ് കിങ്സിന് അടുത്ത മത്സരം ജയിച്ച് ഒരു കംബാക്ക് നടത്തട്ടെ എന്ന് ഞാൻ അടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആഗ്രഹിക്കും. കാരണം ഈ ഒരു സീസൺ പഞ്ചാബ് കിങ്സ് കപ്പെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരൊക്കെ ഉണ്ട്. കാരണം അവർക്ക് ഇതുവരെ ഒരു ട്രോഫി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ആദ്യത്തെ ഒരു ഗംഭീര മല പോലെ വന്നത് ഇപ്പോൾ എലി പോലെ വന്ന പോലെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ
അടുത്തൊരു മാച്ചിൻ്റെ വിഷയവുമായി വീണ്ടും അതുവരെയും